പുലിഭീതി ഒഴിയാതെ മലയോര മേഖല. തോട്ടുമുക്കത്ത് അജ്ഞാത ജീവി വളർത്തുനായയെ കടിച്ചുകൊന്നു ഭക്ഷിച്ചു. കൊടിയത്തൂർ 6-ാം വാർഡിൽപ്പെട്ട കാക്കനാട്ട് മാത്യുവിന്റെ വീട്ടിലെ നായയാണ് ഞായറാഴ്ച രാത്രി കൊന്നു ഭക്ഷിച്ചത്. കാരശ്ശേരി, തിരുവമ്പാടി, കൂടരഞ്ഞി, കോടഞ്ചേരി പഞ്ചായത്തുകളിലെ വിവിധ ഭാഗങ്ങളിൽ പുലി സാന്നിധ്യം തിരിച്ചറിഞ്ഞതിന് പിന്നാലെയാണ് കൊടിയത്തൂർ പഞ്ചായത്തിലെ തോട്ടുമുക്കത്തും നാട്ടുകാർ പുലിഭീതിയിൽ ആശങ്കയിൽ കഴിയുന്നത്. പഞ്ചായത്തിലെ 6-ാം വാർഡിൽപ്പെട്ട മാടാമ്പിയിൽ മുറ്റത്ത് കെട്ടിയിട്ട വളർത്തുനായയെ ഞായറാഴ്ച രാത്രി അജ്ഞാത ജീവി കടിച്ചു കൊന്നു. കാക്കനാട്ട് മാത്യുവിൻ്റെ വീട്ടിലെ നായയെയാണ് കടിച്ചു കൊന്നത്. മറ്റൊരു നിലയ്ക്ക് മാടാമ്പിയിൽ ഇന്നലെ രാത്രിയിൽ നമ്മളെ തോട്ടുമുക്കത്ത് മാടാമ്പി പ്രദേശത്തിട്ട് കാക്കനാട്ടം മാത്തൻ ചേട്ടൻ എന്ന ആളുടെ വീട്ടിലെ ഒരു അജ്ഞാത ജീവി ഇറങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ ചങ്ങലയിട്ടിട്ടുള്ള പട്ടിയെ കടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ കഴുത്ത് മാത്രമേ ഉള്ളൂ, ബാക്കി ഉടൽഭാഗങ്ങളൊന്നും കാണാനില്ല. അത് ജനങ്ങളാകെ ഭീതിയിലാണ്. ഇതൊരു അജ്ഞാത ജീവിയാണ്, എന്താണെന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി ഫോറസ്റ്റിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അവർ വന്ന് സ്ഥിരീകരിച്ചെങ്കിൽ മാത്രമേ ഇപ്പോൾ ജനങ്ങളുടെ ഭീതി അകറ്റാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഒരു നാട്ടുകാരുടെ പ്രശ്നം. നായയെ ബന്ധിച്ചിരുന്ന ചങ്ങലയിൽ തല മാത്രമാണ് ബാക്കിയുള്ളത്. രാത്രി നായയുടെ കുരച്ചിൽ കേട്ട് നോക്കിയ വീട്ടുകാർ പുലിയെന്ന് സംശയിക്കുന്ന ജീവി നായയെ ആക്രമിക്കുന്നത് കാണുകയും ചെയ്തിരുന്നു. ഇതോടെ പ്രദേശവാസികൾ വലിയ ഭീതിയിലാണ്. 11:30 2 പട്ടികളും കിടന്ന് ഭയങ്കര കൊര. ഇതെന്തായിരിക്കും ഇങ്ങനെ കുരയ്ക്കുന്നത്? ഇനിയിപ്പോൾ കള്ളന്മാരോ പോലാത്തന്നെ മല നിറച്ച് കള്ളന്മാരോ ഉള്ളതോ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ വേഗം ഏറ്റുവന്നു നോക്കി കഴിയുമ്പോൾ ആരെയും കാണുന്നില്ല. ഇതിലൂടെ എല്ലാം ലൈറ്റ് അടിച്ചിട്ട് അത് കഴിഞ്ഞിച്ചിരാരും കഴിഞ്ഞപ്പോൾ ഈ പട്ടി അനങ്ങുന്നില്ല, ഇതിന്റെ കുര കേൾക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ കൂട്ടം അവിടെ നിന്ന് ടോർച്ച് അടിച്ചുമ്പോൾ ഈ പണ്ടം പട്ടി ഇങ്ങനെ ചത്ത പോലെ കിടക്കുന്നു. എനിക്ക് പക്ഷെ ഇതെന്താന്ന് ഓർത്ത് വന്ന് നോക്കുമ്പോൾ ഈ പട്ടിയുടെ കൊറനാവിളി ഇങ്ങനെ കടിച്ചിട്ട് ചോര ഇങ്ങനെ ഒഴുകുന്നുണ്ട്. പട്ടി അവിടെ തളർന്ന് കിടക്കുന്നുമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പട്ടീനെ ഏതായാലും പട്ടിക്കടുവായിരിക്കും എന്ന് അന്നേരം ചേട്ടായി പറഞ്ഞ് ഞങ്ങൾ എന്നിട്ട് പിന്നെ കുറേ നേരം മാറിയിരുന്നു ഈ സാധനത്തിനൊന്ന് കാണാം എന്നോർത്തുകൊണ്ട്. മറ്റേ പട്ടികളെയും പിടിച്ച് കൂട്ടിലാക്കി ആടിന്റെ കൂടും അയലക്കത്തുള്ള വീടുകളിൽ കൂടെ പട്ടിയുള്ള വീട്ടിലൊക്കെ പട്ടിയെ പിടിച്ച് അകത്തിട്ടു എന്നും പറഞ്ഞ് വിളിച്ചും പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ കുറേ നേരം മാറിയിരുന്നു ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ഇതിന്റെ കണ്ണ് കാണാം. അതിന്റെ വാലിനാണെങ്കിൽ നല്ല നീളമുണ്ട്. പീടികപ്പാറ ഫോറസ്റ്റ് റേഞ്ച് ഡെപ്യൂട്ടി ഓഫീസർ പി സുബീറിൻ്റെ നേതൃത്വത്തിൽ വനവകുപ്പ് അധികൃതർ സ്ഥലത്ത് പരിശോധന നടത്തി. CCTV ക്യാമറ സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇല്ല, നിലവിൽ നമുക്കങ്ങനെ വന്യജീവി ഏതാണെന്നുള്ളത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നിലവിൽ ഈ പാറയായതുകൊണ്ട് നമുക്ക് പഗ് മാർക്കുകളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ ഒരു ലിഫ്റ്റിംഗ് നടന്നിട്ടുണ്ട്. പട്ടിയെ കടിച്ച് മുറിച്ച് ഭാഗം മാത്രമേ ഇവിടെ ഉള്ളൂ, ബാക്കിയുള്ള ഭാഗങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. സ്റ്റാഫ് ഭാഗങ്ങളൊക്കെ പരിശോധന നടത്തി. കാൽപ്പാടുകളും മറ്റൊന്നും കിട്ടിയിട്ടില്ല, മറ്റേ കാഷ്ടങ്ങളൊന്നും കണ്ടിട്ടില്ല. അടുത്ത പ്രൊസീജിയർ നമ്മൾ RRT വിഭാഗം വൈകുന്നേരം വരും. അപ്പോൾ അവർ ക്യാമറ ട്രാപ്പ് സ്ഥാപിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബുവും സ്ഥലത്തെത്തിയിരുന്നു. കാട്ടുപന്നിയും മറ്റ് വന്യമൃഗങ്ങളും കാരണം ദുരിതത്തിലായ ജനങ്ങൾക്ക് പോലീസ് സാന്നിധ്യം വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ജനങ്ങളുടെ ആശങ്കയകറ്റാൻ നടപടി സ്വീകരിക്കണമെന്നും പ്രസിഡന്റ് പറഞ്ഞു. CTV പ്രാദേശിക വാർത്ത മുക്കം.